വസന്ത്, കേരളത്തിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുഖ്യ ശത്രു ബി ജെ പി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അന്തർധാര വളരെ സജീവമായതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകില്ല എന്ന്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ലേ? രഹസ്യമായിട്ടാണെങ്കിലും അത് കൃത്യമായിട്ട് എവിടെയൊക്കെ വോട്ട് മറിക്കണം, അപ്പുറത്തും ഇപ്പുറത്തും സഹായിക്കണമെന്നൊരു ധാരണ അതിൽ എത്തിയിരിക്കുകയല്ലേ? അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം? എന്നിട്ട് പുറത്ത് നിങ്ങളിങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ പോര് കാണിക്കുന്നു, അതല്ലേ വസ്തുത? അനിൽ നമ്പ്യാർ അതിന് ഉത്തരം പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു പോയ 2-3 കള്ളങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ പോവുകയുമില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞു എന്താണ് സമരത്തിന്, സംയുക്ത സമരത്തിന് കോൺഗ്രസിനെ ക്ഷണിച്ചു, പക്ഷെ കോൺഗ്രസ് പോയില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ ഞങ്ങൾ സംയുക്ത സമരത്തിന് ഇല്ലായിരുന്നു. ഏത് സമരമാണ് ശ്രീ ഹസ്കർ? CAA-യുമായി ബന്ധപ്പെട്ട് എവിടെയാണ് നിങ്ങൾ സമരം നടത്തിയത്? നിങ്ങളുടെ ഏത് പാർലമെന്റേറിയനാണ് പാർലമെന്റിൽ സംസാരിച്ചത്? എന്നാൽ പ്രതിപക്ഷത്തിന്റെ CAA-യുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് അധിർ രഞ്ജൻ ചൗധരിയുടെ വിപ്പ് മേടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പാനലിൽ നിന്ന് സംസാരിച്ചത് ഡോക്ടർ ശശി തരൂരാണ്. നിങ്ങളുടെ കനൽ ഒരു തരി അവിടെ മിണ്ടിയിട്ടില്ല. നിങ്ങളുടെ മുന്നണിയുടെ നേതാവ് ചാഴിക്കാടൻ ആ സമയത്ത് ചായ കുടിക്കാൻ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് CAA-യുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സമരത്തെ പറ്റി പറയരുത്. ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ സമരം അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ലാത്ത, നിങ്ങൾ സുപ്രീം കോടതിയിൽ പോലും അവിടെ വിറ്റിൽ നിങ്ങൾ പറഞ്ഞത് 13,000 കോടി എന്നാണല്ലോ. അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞത് 57,000 കോടി എന്നാണ്. കിട്ടാനില്ലാത്തൊരു പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തിയ ഘോഖ്വ വിളി ഉണ്ടല്ലോ, ഞങ്ങൾ കേന്ദ്രവുമായി പോരിനാണ് എന്ന് 2 വർഷം കാത്തിരുന്നിട്ട് ഇലക്ഷന് തലേ ദിവസം സമരത്തിന് പോയതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത്. അല്ലാതെ അത് CAA സമരമല്ല. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു പോകരുത്. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, എന്താണ് ഞങ്ങൾ CPM ഇന്ത്യ മുന്നണിയുടെ മുഖ്യ സംഘാടകരാണത്രേ. എനിക്ക് ചിരിയാണ് വരുന്നത്. ശ്രീ ഹസ്കർ, എങ്ങനെയാണ് നിങ്ങൾ മുഖ്യ സംഘാടകരാവുന്നത്? അതിന്റെ ഇന്ത്യ മുന്നണി യോഗം ചേരുമ്പോ 12 മണിക്ക് ഏതെങ്കിലും CAQ പ്രവർത്തനം പോയിട്ടുണ്ടോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഘാടനം? ഡൽഹിയിൽ ഇത് തുടങ്ങുന്ന സമയത്ത് അവിടെ ഇപ്പൊ CAQ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ 1-2 CAQ പ്രവർത്തകർ ആ പന്തൽ കെട്ടാൻ പോയോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഘാടകം? നിങ്ങളുടെ ഒരു മെമ്പറെ പോലും, ഒരു റെപ്രസെന്റേറ്റീവിനെ പോലും ഇന്ത്യ മുന്നണി യോഗത്തിലേക്ക് വിട്ടിട്ടില്ലാത്ത നിങ്ങൾ എന്ത് സംഘാടനം നടത്തിയെന്നാണ് പറഞ്ഞത്? ശ്രീ ഹസ്കറിനെ എങ്കിലും ഇന്ത്യ മുന്നണി യോഗത്തിലേക്ക് CPM-ന്റെ പ്രതിനിധിയായി അയക്കാൻ AKG സെന്ററിൽ സംസാരിക്കാൻ ഞാൻ അങ്ങേ വെല്ലുവിളിക്കുകയാണ്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു വേറൊരു കാര്യം കൂടി. അദ്ദേഹം പറഞ്ഞു ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഞങ്ങളല്ല കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ്. അങ്ങ് പോയി മുൻ സ്പീക്കറിന്റെ ആത്മകഥ വായിക്കൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങ് ഇത് CPM-ന്റെ നേതാക്കൾ എഴുതി വെച്ച ആത്മകഥയും അതുമായി ബന്ധപ്പെട്ട ചരിത്രവും മാത്രമാണ് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന്. CPM-ന് അങ്ങനെ ഒരു സേ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ് എന്ന് പറഞ്ഞു. അല്ലാതെ ജ്യോതി ബസു എന്നുള്ള ഒരു പർട്ടിക്കുലർ നെയിമൊന്നും അന്ന് UPA ഗവൺമെന്റിൽ നിന്ന്, UPA മുന്നണിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇനി 2004-ലെ കാര്യം പോട്ടെന്നേ, 2024 ആയില്ലേ? 2024 ആയപ്പോൾ ഇപ്പൊ നേരത്തെ ഹസ്കർ പറഞ്ഞത് സോണിയാഗാന്ധി ജ്യോതി ബസുവിന്റെ ഭവനത്തിലെത്തി എന്നാണല്ലോ. 2024 ആയപ്പോൾ എന്താണ് അവസ്ഥ? നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഹൈക്കമാൻഡ് ഓഫീസിലെത്തി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനുള്ളിൽ പ്രവേശിച്ച് കേരളം അപേക്ഷിച്ചില്ലേ ഞങ്ങൾക്ക് മരപ്പട്ടി ചിഹ്നത്തിലും മരച്ചീനി ചിഹ്നത്തിലും ഒന്നും മത്സരിക്കാതിരിക്കാനുള്ള ഗതി, ഞങ്ങൾക്ക് ആ ഗതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്റെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലമെങ്കിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ എനിക്കോ മത്സരിക്കാൻ ഭാഗ്യമില്ല, ഞാൻ വിപ്പ് കൊടുക്കുന്നവർക്കെങ്കിലും മത്സരിക്കാനുള്ള ഭാഗ്യമുണ്ടാകാൻ വേണ്ടി മരപ്പട്ടിയോ മരച്ചീനിയോ മറ്റേ എലിപ്പട്ടിയോ എലിച്ചിനോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണം. അതിന് രാജസ്ഥാനിൽ ഞങ്ങൾ തോറ്റോളാം, പക്ഷെ പെർസെന്റേജ് ഓഫ് വോട്ട് കിട്ടുമല്ലോ ദേശീയ പാർട്ടി പദവിക്ക്, ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് രാജസ്ഥാനിൽ ഒരു സീറ്റ് തരണമേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ച ചിഹ്നമാണ് പ്രസന്റ് ഇന്ത്യയുടെ. 2004-ലെ കഥയോടെ ഇരിക്കട്ടെ, 2024-ലെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതും അങ്ങ് പറയണം. ഇനി രണ്ടാമതായി ശ്രീ അനിൽ നമ്പ്യാറുടെ ചോദ്യം. ശ്രീ അനിൽ നമ്പ്യാർ എന്താണ് അല്ല പറഞ്ഞോ മറുപടി. ശ്രീ അനിൽ നമ്പ്യാറുടെ ചോദ്യത്തിനുള്ള മറുപടി. ശ്രീ അനിൽ നമ്പ്യാർ, എവിടെയെങ്കിലും BJP വേഴ്സസ് കോൺഗ്രസ് ആണ് മത്സരം എന്ന് ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ കാലത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലുമെല്ലാം ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ ഞങ്ങളുടെ മത്സരം കോൺഗ്രസ് CPM-വുമായാണ്. പക്ഷേ BJP-യുമായാണ് മത്സരം എന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ കൺവീനറാണ്. ആരാണ് ആ കൺവീനർ?
പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യത്തോടുകൂടി പിണറായി ക്യാമ്പിൽ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ ജയരാജനാണ് പറഞ്ഞത് BJPക്ക് നല്ല 1-2 സ്ഥാനാർത്ഥികളുണ്ട്. ഒരാൾ അദ്ദേഹത്തെ സാമ്പത്തിക കടത്തിൽ നിന്ന് സഹായിച്ച വൈദേഹം റിസോർട്ട് ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖരനാണ് എന്ന് പറയാതെ പറഞ്ഞില്ലേ. അപ്പൊ ആര് തമ്മിലാണ് സെറ്റിൽമെന്റ് എന്ന് അവിടെ കാണണം. ഒറ്റ കാര്യം കൂടെ 10 സെക്കൻഡ്. BJP പ്രതിനിധി അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇവിടെ മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരുപാട് ലീഡ്സ് ഉണ്ട്. സാർ, മുഖ്യമന്ത്രിയിലേക്ക് അങ്ങും അഭിഭാഷകനാണ്, ഹസ്കറും അഭിഭാഷകനാണ്, ജൂനിയർ ആണെങ്കിൽ പോലും ഞാനും ഒരു അഭിഭാഷകനാണ്. നോക്കൂ, മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അത് ലൈഫ് മിഷൻ കേസാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാ കേസുകളും നിൽക്കട്ടെ, ലൈഫ് മിഷൻ കേസാണ്. ലൈഫ് മിഷൻ കേസിൽ അത് ഏത് അന്വേഷണ ഏജൻസി ആണെങ്കിലും അങ്ങേക്കും അറിയാം, എനിക്കും അറിയാമല്ലോ, അത് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയാണ് അന്വേഷിക്കുന്നതെങ്കിലും പ്ലേസ് ഓഫ് ഒക്കുറൻസിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അന്വേഷണ ഏജൻസി എത്തണം. ഏതാണ് പ്ലേസ് ഓഫ് ഒക്കുറൻസ്? പ്ലേസ് ഓഫ് ഒക്കുറൻസ് ലൈഫ് മിഷൻ ചെയർമാന്റെ ഓഫീസാണ്. ആരാണ് ലൈഫ് മിഷൻ ചെയർമാൻ? ലൈഫ് മിഷൻ ചെയർമാന്റെ പേര് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്നാണ്. എന്നിട്ട് ഇത്രയും കാലമായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ടിട്ട് പോലും നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ അന്വേഷണ ഏജൻസി, നിങ്ങളുടെ കേന്ദ്ര ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്താനോ തെളിവ് ശേഖരിക്കാനോ മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാനോ തയ്യാറായിട്ടില്ല. അതാണ് ഞങ്ങളുടെ ആരോപണം. നിങ്ങൾ തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ട്, പല കേസുകളുമായി നിങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. യെസ്, രാധാകൃഷ്ണ മേനോൻ ഒരു മറുപടി ആവശ്യമാണ്. അല്ല, ഈ ഇവിടെ ഡൽഹിയിൽ കോൺഗ്രസ് നേതാവ് അജയ് മക്കൻ അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹം നടപടിയെടുക്കണം, കേജ്രിവാൾ അഴിമതിക്കാരനാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ഈ സമയത്ത് ഇന്ത്യവ്യാപകമായിട്ട് അതിന് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ്. അപ്പം ഈ കോൺഗ്രസ് ഈ ബന്ധം, അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി അറസ്റ്റ് ചെയ്യണം എന്നവർ പറയുന്നത് ആ പിണറായിയെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത സമരം നടത്താൻ വേണ്ടി അവസരം ഉണ്ടാക്കാനാണ്. അതിനപ്പുറത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യം അതിനുള്ള നിലപാടോ ഇല്ല എന്ന് മാത്രമല്ല, അവർ പരസ്പരം കേരളം വിട്ടാൽ കാശ്മീരം വരെയുള്ള പ്രദേശം ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോ എങ്ങനെയായി തീർന്നു എന്ന് നമുക്കറിയാം. ത്രിപുരയിലെ കമ്മ്യൂണിസം എങ്ങനെയായി എന്നറിയാം. ഈ സ്ഥലത്തൊക്കെ കോൺഗ്രസിന്റെ അവസ്ഥ അറിയാം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ബംഗാളിൽ പോലും പ്രസക്തി ഇല്ലാതെ വരാൻ ഇടയായ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം, അപ്പൊ അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായ സാഹചര്യം, ഏതാണ്ട് സമാനമായ അന്തരീക്ഷം കേരളത്തിലും രൂപപ്പെടുമ്പോൾ അതിനെ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു നമ്മൾ ചവിട്ട് നാടകമെന്നോ അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാനുള്ള ഒരു അഭ്യാസ പ്രകടനമെന്നോ ഒക്കെ പറയേണ്ടി വരും ഇതിനെ. അതിനപ്പുറത്ത് ഇവരുടെ ഈ നിലപാടിൽ ഒരു ആത്മാർത്ഥതയുമില്ല. രണ്ടു കൂട്ടരും ഇപ്പോൾ പറയുന്ന CIAയുടെ കാര്യത്തിൽ ഉള്ള നിലപാട് നമുക്കറിയാലോ. ഇവർ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അടക്കം ഗതിയില്ലാതെ ഓടി അഭയം പ്രാപിച്ച് ഭാരതത്തിലെത്തിയിട്ടുള്ള ഹിന്ദു സമൂഹത്തിന് അവർക്ക് പൗരത്വം കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ ഇവരെന്താ സമ്മതിക്കാത്തത്? ഇവരെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഒരേ നിലപാടാണ്. എന്നാൽ അതേസമയം ഇല്ലാത്ത ഇവിടെ ഏതെങ്കിലും ക്രൈസ്തവനെയോ മുസൽമാനെയോ പൗരത്വം നിഷേധിച്ച് ഇന്ത്യയിൽ നിന്ന് ഇറക്കി വിടുമെന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? നിയമത്തിൽ പറയുന്നുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ കാര്യത്തിൽ ഇവർ പരസ്പരം മത്സരിക്കുകയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ ഒരു തരത്തിലും അവർക്ക് ഒരു ദോഷവുമില്ലാത്ത ഒരു നിയമം, ആ നിയമം അവരെ എല്ലാവരെയും പുറത്താക്കാനുള്ളതാണ്. അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അടുത്ത കാലത്ത് ഒരു അധ്യാപകനായ ഒരാൾ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം അധ്യാപകൻ. അപ്പോൾ ഒരു പിഞ്ചു കുട്ടി, ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ നിയമത്തെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളെയൊക്കെ മാഷെ അടുത്ത ദിവസങ്ങളിൽ പുറത്താക്കുമോ ഇവിടുന്ന് എന്ന് ചോദിച്ചു എന്ന് ഒരു മാഷ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെപ്പോലും ഈ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അവരിൽ ഭീതി ഉണ്ടാക്കുന്ന സമീപനം
അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചെയ്യുന്നത്. ഇവിടെ ഈ രാജ്യത്തെ ഏത് മുസൽമാനെയാ പുറത്താക്കുമെന്ന് നിയമത്തിൽ പറയുന്നത്? ഏത് ക്രൈസ്തവനെയാണ് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നതിൽ ഇവരെല്ലാം ഒരുമിച്ചാണ്. ഈ രാജ്യത്തിൻ്റെ വിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇവർ ഒരുമിച്ചാണ്. രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിലപാടെടുക്കാൻ, കള്ളപ്പണക്കാർക്കൊപ്പം നിലപാടെടുക്കാൻ, കള്ളനോട്ടുകാർക്കൊപ്പം നിലപാടെടുക്കാൻ, ഇതിനെല്ലാം ഇവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ ഒരുമിച്ചുള്ള ഐക്യപ്പെടലാണ് ഈ നാടകത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്നത്. ഇവരെ ഇന്ത്യ മുന്നണിയെ സൃഷ്ടിച്ചത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഇവിടെ അവർക്ക് വേണ്ടി വക്താവായി സംസാരിക്കുന്നയാൾ സൂചിപ്പിച്ചില്ലേ? സത്യമല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവരെ നിയന്ത്രിക്കുന്ന വിദേശ ശക്തികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ആലോചനയുടെ പരിണിതഫലമായി രൂപപ്പെടുന്ന മുന്നണി, ആ മുന്നണി ഇവിടെ ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളപ്രചരണം. എന്നാൽ അതേസമയം ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ഒരുക്കുന്നു, ഒരുമിച്ച് തന്നെ നടപ്പാക്കുന്നു. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുടെ ഒരുമയുടെ പ്രകടനം, ആ ഒരുമയുടെ പ്രകടനം ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഈ നാട്ടിലെ ഇടതുപക്ഷത്തെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കാൻ പോകുന്ന ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കേരളത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല അവസാനത്തെ കമ്മ്യൂണിസത്തിൻ്റെ വക്താവുമായി മാറുകയാണ്. കമ്മ്യൂണിസം ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത് അവർ ആഫ്റ്റർ നെഹ്റു EMS, റെഡ് ഫ്ലാഗ് ഓൺ റെഡ് ഫോർട്ട്, ഇങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിച്ചവരാ. ഇന്നിപ്പോൾ പിണറായിയുടെ പാർട്ടിയുടെ അവസ്ഥ എന്താ? ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ചിഹ്നമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ്, കേരളത്തിൽ അവരുടെ പ്രമുഖനായ നേതാവ് ബാലൻ, അദ്ദേഹം പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും നമ്മുടെ ചിഹ്നമായി മാറാതിരിക്കാൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയിപ്പിക്കണം, ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം, പ്രവർത്തിക്കണം, പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കാലഹരണപ്പെട്ട പാർട്ടിക്ക് ഏറ്റവും പറ്റിയ ചിഹ്നം വംശനാശം സംഭവിക്കുന്ന ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ തന്നെയാണ്. അത് വരും കാലത്ത് സംഭവിക്കും, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കും. പിന്നെ അതിനെ നിലനിർത്തി കൊടുക്കാൻ കോൺഗ്രസ്സാണ് പരിശ്രമിക്കുന്നത്. കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും കിട്ടി, വോട്ടിൻ്റെ എണ്ണമെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം കേരളത്തിന് പുറത്ത് പലയിടത്തും സീറ്റ് കൊടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ട് കൂടി അവരുടെ അരിവാൾ ചുറ്റിയേക്കോ അല്ലെങ്കിൽ അവരുടെ ചിഹ്നങ്ങൾക്കോ കൊടുത്തുകൊണ്ട് ആ ചിഹ്നം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരുദ്ധ നിലപാടിലും ആ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ BJPയെ NDAയെ മുഖ്യശത്രുവായി കണ്ട് നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിറക്കുക എന്ന ഒറ്റ അജണ്ട പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നവരുടെ വ്യത്യസ്തമായ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സമീപനം തിരിച്ചറിയാൻ കേരള ജനത ഈ തെരഞ്ഞെടുപ്പിൽ തയ്യാറാവും, ഒരു സംശയവുമില്ല. ഇത് കേരളത്തിലെ ഭൂരിപക്ഷവും ഇവരുടെ ഈ മാറി മാറിയുള്ള ഇടതും വലതും മാറി മാറി വരുമ്പോഴും നമ്മൾ കണ്ടിരുന്നതാണ്. ഈ ഭരണം, ഒരു ഭരണം മാറി മറ്റേ ഭരണം വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കേസുകളും എഴുതിത്തള്ളും. വലതുപക്ഷം വരുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചാണ് കേസ് എഴുതിത്തള്ളാൻ, പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ, എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ് കേരളത്തിൽ ഇന്ന് വരെ നിലപാടെടുക്കുന്നത്. അങ്ങനെയുള്ളവര് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി കേരളത്തിൽ നടത്തുന്ന ഈ പ്രചരണത്തെ ആരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കരുതുമെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളികൾ തിരുത്താൻ പോവുകയാണ്, NDAയ്ക്കൊപ്പം അണിചേർന്നിരിക്കുകയാണ്. ആ മാറ്റം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടമാവാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് വസന്ത്, പൗരത്വ ഭേദഗതി നിയമമാണ് പ്രശ്നം. പിണറായി ഇന്ന് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞ രാഹുൽ ഒഴിവാക്കിയ ഏക വിഷയം പൗരത്വ നിയമമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് പറഞ്ഞ് ചോദിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ ഘട്ടത്തിലെങ്കിലും നിങ്ങൾ പ്രതികരിച്ചുവോ? എന്താണ് അറച്ചു നിൽക്കുന്നത്? ആ CAയിലുള്ള നിലപാടിൽ വെള്ളം ചേർത്തതാണ് വിമർശനത്തിന് ആധാരമെന്നാണ് പിണറായി ആവർത്തിക്കുന്നത്. അല്ല, അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹം BJPയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവല്ലേ, അദ്ദേഹം എത്ര ബാലിശ്യമായാണ് അദ്ദേഹത്തിന്റെ വാദം മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് വളരെ പിൻ പോയിന്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്താത്തത്? അദ്ദേഹത്തിന് ഉത്തരമുണ്ടോ? ഞാൻ വെയിറ്റ് ചെയ്യാം.
അല്ല, ഓഫീസിലെത്തിയല്ലോ. എവിടെ എത്തി? അല്ല, ഉണ്ട്. അത് സോറി അത് വിട്ടു. അത് ഓഫീസിലെത്തി. പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെ, അദ്ദേഹത്തിന്റെ വിശ്വസ്തനെ അദ്ദേഹം ജയിലിലല്ലേ? തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദിനങ്ങളിൽ അത് ഒരു ദിവസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവസാനിക്കുകയല്ലോ. ഇപ്പൊ ഈ ഒരു കേസ് ലൈഫ് മിഷനിൽ അദ്ദേഹത്തെ പിടിച്ചില്ല എന്ന് നിങ്ങൾ പറയുമ്പോ ഇപ്പൊ പിടിക്കാൻ പോകുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പിടിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയും കാലം ജയിലിൽ കിടക്കുമ്പോ ആ ജനങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ തന്നെയാണ് നടപടി. ശ്രീ രാധാകൃഷ്ണ മേനോൻ, എന്റെ ചോദ്യം, ലൈഫ് മിഷനിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ? ഉണ്ട്. 2, പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് അവിടുത്തെ വിവിധ ആൾക്കാരുടെ മൊഴിപ്രകാരവും ലൈഫ് മിഷൻ ചെയർമാന്റെ ഓഫീസായ ക്ലിഫ് ഹൗസ് ആണ്. ആ ക്ലിഫ് ഹൗസിൽ എന്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ എത്താത്തത്? അതിന് ഉത്തരം പറയാം. അവിടെ ഈരാൻ വെച്ച മരപ്പെട്ടിയൊക്കെ അഡ്വക്കേറ്റ് വസന്ത്, അത് മേനോൻ സാർ എങ്ങനെ മറുപടി പറയും? അദ്ദേഹം അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ സെറ്റിൽമെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. അന്വേഷണ ഏജൻസികൾ മുഖ്യ ലൈഫ് മിഷൻ കേസിൽ അല്ല വസന്ത്, ഈ കേസിലൊന്നും അന്വേഷണം പൂർത്തിയായിട്ടില്ല കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ, രാഹുലിനും അതുപോലെ സോണിയയ്ക്കുമെതിരെയുള്ള ED അന്വേഷണം അത് എത്ര കാലമായി നടക്കുന്നു? അതിനൊരു അവസാനം എത്തിയിട്ടല്ലോ. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇതെല്ലാം അവസാനിച്ചു, പിണറായിയെ കുറ്റവിമുക്തനാക്കി എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല കേട്ടോ. വെയിറ്റ് ആൻഡ് സീ. ശ്രീ അനിൽ നമ്പ്യാർ കുറ്റവിമുക്തനാക്കിയെന്നല്ല, ഇപ്പൊ അങ്ങ് പറഞ്ഞ കേസിൽ തന്നെ നാഷണൽ ഹെറാൾഡ്സിന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നാളെ ടിവിക്കെതിരെ ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. തിരുവനന്തപുരം ടിവിയുടെ ഓഫീസിൽ അന്വേഷണ ഏജൻസി എത്തണം. അത് പ്ലേസ് ഓഫ് ഒക്കറൻസിൽ അന്വേഷണ ഏജൻസി എത്തുക എന്നുള്ളത് സാമാന്യ നിയമമാണ്. അത് എന്നെക്കാളും സീനിയർ അഭിഭാഷകനായ അദ്ദേഹത്തിനും സീനിയർ മാധ്യമ പ്രവർത്തനായ അങ്ങേക്കും അറിയില്ലേ? എന്തുകൊണ്ടാണ് എത്താത്തത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണ ഏജൻസി എത്തിയാൽ ആ നരേറ്റീവ് സ്വാഭാവികമായി എത്താത്തതിന് മറുപടി EDയുടെ അതോറിറ്റീസ് ആണ് നിശ്ചയിക്കുന്നത് സാർ. അല്ലല്ല, ആ ആരോപണം ഉന്നയിച്ചത് നിങ്ങളാണ്. ED എത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സെറ്റിൽ ചെയ്തു എന്നാണ് ഞങ്ങളുടെ ആരോപണം. അതർവൈസ് അവരെത്തണ്ടേ? ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം അറസ്റ്റ് ചെയ്തു. പ്രിൻസിപ്പൽ സെക്രട്ടറി മമ്മൂട്ടി സിനിമാ സെറ്റിലേക്ക് പോകുന്ന പോലെ മുമ്പിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടല്ലേ? അങ്ങനെ അത്രമാത്രം തെളിവുള്ളടുത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയെടുത്ത് എന്തുകൊണ്ടാണ് പണം കൈമാറ്റം നടക്കപ്പെട്ടു, കറപ്ഷൻ നടന്നു എന്ന് പറയുന്ന പ്ലേസ് ഓഫ് ഒക്കറൻസിൽ എന്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസി എത്താത്തത് എന്നാണ് ചോദ്യം. അതിന് വളരെ കൃത്യമാണ്, അത് നിങ്ങൾ സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. ഇല്ല വസന്ത്, അങ്ങനെ പറയാൻ പറ്റില്ല വസന്ത്. അതുകൊണ്ടാണ് അത് ഇപ്പോഴും അന്വേഷണം അടക്കം അങ്ങനെ അവസാനിച്ചു എന്ന് കരുതരുത്. അല്ല ശ്രീ അനിൽ നമ്പ്യാർ, അന്വേഷണം അവസാനിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു. അന്വേഷണം ഇപ്പൊ ഇല്ല, ആവാമല്ലോ, ഇനിയും ആവാമല്ലോ. എന്തിനാണ് ഈ എടുത്തുചാട്ടം? ഇപ്പൊ തന്നെ നോക്കൂ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ED നോട്ടീസ് അയക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏപ്രിൽ 26-ന് മുമ്പ് അയച്ചു കഴിഞ്ഞാൽ അതിനെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയും. ആ രീതി പല ആരോപണങ്ങളും വരും. നിങ്ങളെപ്പോലുള്ള തന്നെ ഇപ്പോൾ നോക്കൂ, ഡൽഹിയിൽ നേരത്തെ അതവിടെ പരാമർശിക്കപ്പെട്ടു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഴിമതിക്കെതിരെ പരാതി കൊടുത്തത് ആരാ പരാതി കൊടുത്തത്? കോൺഗ്രസ് അല്ലേ? ഇന്നിപ്പോൾ വിശുദ്ധനാക്കുകയാണ്. കെജ്രിവാളിനെ നിങ്ങൾ വിശുദ്ധനാക്കുന്നു. അതുപോലെ പിണറായിയെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ നാളെ ചേർത്ത് നിർത്തുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് ആയിരിക്കും. അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ വസന്തേ? ഒരിക്കലുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിഫൈ ചെയ്തിട്ട് അതിന് ഉത്തരം വേണ്ട, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ശ്രീ അനിൽ നമ്പ്യാരും ശ്രീ കൂടി ഒരുമിച്ച് തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിലാണ് ഇരിക്കട്ടെ. ഞാൻ രാധാകൃഷ്ണ മേനോനെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ ആക്രമിക്കുന്നു. അത് നടക്കുന്ന പ്ലേസ് ഓഫ് ഒക്കറൻസിൽ നിന്നാണ് അന്വേഷണം തുടങ്ങേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ പ്ലേസ് ഓഫ് ഒക്കറൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടെ അന്വേഷണ ഏജൻസി എത്തിയിട്ടില്ല. ഇത് സാമാന്യ നിയമവിവരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി പ്രേക്ഷകർക്ക് വിട്ടേക്കൂ. രണ്ടാമതായി അങ്ങ് ചോദിച്ചത് CAയുമായി ബന്ധപ്പെട്ട കാര്യം. അതിന് ഉത്തരം പറയണമല്ലോ. അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. അല്ല നിയമപരമായിട്ട് അങ്ങനെ അങ്ങ് ഒരു സെക്കൻഡ്. അതായത് അത് അവിടെ തന്നെയാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റില്ല. അത് അവരെവിടെയെങ്കിലും വേറെ ഇരുന്ന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ അന്വേഷണ ഏജൻസിയുടെ ഭാഗമാണ് സാർ. അല്ലാതെ നമ്മൾ അന്വേഷണ ഏജൻസി
അവരാണ് തീരുമാനിക്കുന്നത് ഇതിന്റെ എവിടെ നിന്ന് ആരംഭിച്ചു, എവിടെയാണ് അന്വേഷിക്കേണ്ടത്. അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ എങ്ങനെയാ വെക്കുക? അതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ്. വസന്തേ സി എ വിഷയത്തിൽ വരൂ. ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വിമർശനത്തിന് അടിസ്ഥാനം സി എ ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മൗനം പ്രകടന പത്രികയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിന് ഉത്തരം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ വാദഗതി അദ്ദേഹം ഖണ്ഡിക്കാൻ നോക്കിയല്ലോ. ഞാൻ എത്തുന്നില്ല. മൊഴിയുണ്ട് ശ്രീ രാധാകൃഷ്ണ മേനോൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് പണം കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന മൊഴിയുണ്ട്. എന്നിട്ടും എത്തിയില്ല. പോട്ടെ, ഇനി അദ്ദേഹം ന്യായീകരിച്ച് ബുദ്ധിമുട്ടണ്ട. മൊഴിയുണ്ട്. അതുകൊണ്ട് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. സി എയുമായി ബന്ധപ്പെട്ട് അതുപോട്ടെ വിട്ടേക്ക്. സി എയുമായി ബന്ധപ്പെട്ട് അങ്ങ് ചോദിച്ചല്ലോ, മുഖ്യമന്ത്രിയുടെ വാദം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി ഈ സർക്കാർ NDA സർക്കാർ മുമ്പോട്ട് വെച്ച അൺകോൺസ്റ്റിറ്റ്യൂഷണലായ സി എ അടക്കം ഞങ്ങൾ മുമ്പ് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള വാദങ്ങൾ ഉയർത്തിയിട്ടുള്ള വിവിധ നിയമങ്ങൾ അത് പിൻവലിക്കുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ CA, NRC, NPC എന്ന് എടുത്തെഴുതിയില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന് അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക, അവരുടെ പാർട്ടിയുടെ പ്രകടന പത്രിക ആകപ്പാടെ കേരളത്തിൽ മാത്രം കാണിച്ചാൽ മതി. അതുകൊണ്ട് 4-3 വാക്കുകൾ എഴുതി അത് മുഴുവൻ നിറയ്ക്കാം. ഞങ്ങൾ ഒരു ദേശീയ പാർട്ടിയായതുകൊണ്ട് വിവിധ വിഷയങ്ങളെ പറ്റി സംസാരിക്കേണ്ടതുണ്ട്. അപ്പോ സ്വാഭാവികമായി എന്നാലും ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിങ്ങളുടെ ആശങ്ക കണക്കിലെടുത്തുകൊണ്ട് അതിനൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി നിങ്ങൾ മാറ്റേണ്ടതായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു മൂലക്കൊതുക്കിയാൽ മതിയോ ഈ പറയുന്നത് പോലെ? അല്ല, പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 15 തൊട്ട് ആർട്ടിക്കിൾ 19 വരെയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങൾക്കെതിരായി വന്ന എല്ലാ നിയമങ്ങളും പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ CA പ്രത്യേകം എടുത്തു പറയണമെന്ന് പറയുന്നത് ഞാൻ ആദ്യം അല്ല, കോൺഗ്രസ് നേതാക്കൾ വിഷമിക്കുകയാണ്. ഇത് എവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ഒരു പരാമർശം എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിൽ അവർ പെടാപ്പാട് പെടുകയാണ്. അഡ്വക്കേറ്റ് വസന്ത്, ഈ CAയിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, CAക്കെതിരെയുള്ള നിങ്ങളുടെ നിലപാട് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ബട്ട് ഈ പ്രകടന പത്രികയിൽ അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മൂലക്ക് ഒതുക്കിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ അനിൽ, അതാണ് ഞാൻ പറഞ്ഞത്. ആർട്ടിക്കിൾ 15 തൊട്ട് 19 വരെയുള്ള വിവിധ നിയമങ്ങൾ, ആ നിയമങ്ങളായ നിയമം അത് CA അല്ലേ? നോക്കൂ, CA മാത്രം പറഞ്ഞു പോകാൻ പറ്റുമോ? പറഞ്ഞു പോകാൻ പറ്റില്ല. കാര്യം അമ്മയുടെ പ്രസംഗമുണ്ട് ഗുജറാത്തിൽ. അദ്ദേഹം പറയുന്നുണ്ട് ക്രോണോളജി സാംശിയെ എന്നാണ് CA പറ്റി അദ്ദേഹം പറയുന്നത്. ക്രോണോളജി നോക്കണം. CA തുടങ്ങിയാൽ അതിൽ NRC വരും, NPR വരും, ഇതൊക്കെ പുറകെ വരുമെന്ന് അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ CA പറഞ്ഞു കഴിയുമ്പോൾ ഇവര് പറയും എന്തുകൊണ്ടാണ് NRC പറയാത്തത്, NPR പറയാത്തത്, ആർട്ടിക്കിൾ 360 പറയാത്തത് എന്ന് ചോദിക്കും. സ്വാഭാവികമായും അത് ക്ലിയർ കട്ടായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ വായിക്കുന്ന ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇത് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പരിപാടിയാണ്. പിണറായി വിജയൻ ആ പണിയാണ് ചെയ്യുന്നത്. നമ്മുടെ അഡ്വക്കേറ്റ് അസ്കർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിനും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിൽ സൂമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഹസ്ക, 1 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അഡ്വക്കേറ്റ് ഹസ്ക, ഇനി ഒരാഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. അതിനു മുമ്പ് ഈ നിങ്ങൾക്കിടയിലുള്ള ഈ സ്വരച്ചേർച്ചയില്ലായ്മ, ഈ പടലപ്പിണക്കങ്ങൾ അതൊക്കെ പറഞ്ഞ് തീർക്കുമോ? എന്തായാലും വലിയൊരു മുന്നണി, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇതൊക്കെ അവസാനിപ്പിക്കുമോ? രാഹുലും പിണറായിയും കൈ കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് 26 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ മുഖ്യ ശത്രുവായി UDF നിൽക്കുന്നു. ഞങ്ങളുടെ ആക്ഷേപം എന്ന് പറയുന്നത് വടികൊടുത്ത് അടിവാങ്ങുകയായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. ഇന്ന് സഖാവ് പിണറായി വിജയന്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം വടികൊടുത്ത് അടിവാങ്ങുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് കൃത്യമായി അവസരങ്ങളുണ്ട്. അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ്. CAയെ കുറിച്ച് കമ എന്നൊരക്ഷരം മാനിഫെസ്റ്റോയിൽ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, CAയെ കുറിച്ച് ഒരിടത്ത് പോലും ഒന്നും പറയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം, ഏക സിവിൽ കോഡിനെ കുറിച്ച് ഒന്നും പറയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പൊ സ്വാഭാവികമായും അത് ഞങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കും. അത് കോൺഗ്രസിന് എന്തു ക്ഷീണം സംഭവിച്ചാലും അത് എതിർക്കും. അതോടൊപ്പം തന്നെ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ തുടച്ചു നീക്കുന്നതിന് ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോ ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട്. കേരളത്തിൽ നിന്നും ഉറപ്പായും
മഹാഭൂരിപക്ഷം എത്ര സീറ്റുകളിലാണ് അസ്കർ മത്സരിക്കുന്നത്? എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നു CPM? ഇടതുപക്ഷം എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നു? മാത്രമല്ല നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? അതുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ല തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ചിഹ്നം നിലനിർത്താൻ നോക്ക്. സ്ഥാനാർത്ഥിയല്ല, ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. നിലനിൽക്കണ്ടേ? ചിഹ്നം നിലനിർത്താനെങ്കിലും സാധിക്കുമോ? ഏറ്റവും ചുരുങ്ങിയ പക്ഷം പോലും ചിഹ്നം പോവില്ല പ്രസന്തേ. ചിഹ്നം പോവുമായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടിയുടെ പദവി നഷ്ടപ്പെട്ട പല പാർട്ടികളും ഇന്ത്യയിലുണ്ട്. അവരുടെയൊക്കെ ചിഹ്നം നഷ്ടപ്പെട്ടു പോയേനെ. ചിഹ്നമൊന്നും പോവില്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ്. ഓക്കെ, എന്തായാലും അസ്കറിന്റെ വിശ്വാസം അസ്കറിനെ രക്ഷിക്കട്ടെ, അസ്കറിന്റെ പാർട്ടിയെ രക്ഷിക്കട്ടെ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.